പെരിന്തൽമണ്ണയിൽ ഇന്നലെ നമ്മൾ കണ്ടത് സഖാക്കളുടെ അഴിഞ്ഞാട്ടമായിരുന്നു. സഖാക്കള് തോൽവിയിൽ വിറളി പൂണ്ടിട്ട് ആ സഖാക്കള് വന്നിട്ട് ലീഗ് ഓഫീസും പെരിന്തൽമണ്ണയിലെ UDFന്റെ കേന്ദ്രങ്ങളും തല്ലിത്തകർക്കുകയും കൊലവിളി മുദ്രാവാക്യം നടത്തുകയുമാണ് ഇന്നലെ പെരിന്തൽമണ്ണയിൽ ചെയ്തത്. ഇത് ആര് തുടങ്ങി വെച്ചു എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ നിയമസഭയിൽ നജീബിനെതിരെയുള്ള ആക്രമണം തുടങ്ങി വെച്ചത് കേരളത്തിന്റെ നിയമസഭയിലാണ്. ആ നിയമസഭയിൽ സഖാവ് പിണറായി വിജയനാണ് ഈ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നിങ്ങൾ ഓർക്കുന്നില്ലേ? നജീബിന്റെ ആകാര വടിവിനെ വെച്ചുകൊണ്ട് അയാളെ പരിഹസിച്ചും അധിക്ഷേപിച്ചും കളിയാക്കിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇങ്ങ് പെരിന്തൽമണ്ണയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ, ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തേക്ക് വരുമ്പോ ഇളകാത്ത കോട്ടകള് EMSന്റെ ഏലം കുളമടക്കം പിടിച്ചടക്കിക്കൊണ്ട് UDFന്റെ വൻ മുന്നേറ്റം ഉണ്ടാക്കുമ്പോ അതിൽ ഇന്നലെ ഞായറാഴ്ച പെരിന്തൽമണ്ണയിലെ ജനം ഒത്തുകൂടിയിട്ട് അവിടെ വലിയ ആഘോഷം നടത്തുമ്പോ ഇപ്പുറത്ത് ലീഗിന്റെ ഓഫീസ് ഈ ക്രിമിനലുകൾ സഖാക്കൾ തല്ലി തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സഖാക്കളുടെ അഹങ്കാരമുണ്ടല്ലോ, ഈ ദാർഷ്ട്യമുണ്ടല്ലോ, ഈ ദാർഷ്ട്യത്തിനും ഈ അഹങ്കാരത്തിനുമുള്ള മറുപടിയാണ് കേരളത്തിന്റെ പൊതുസമൂഹം പെരിന്തൽമണ്ണയിൽ എന്ന് മാത്രമല്ല കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ ഇങ്ങ് കാസർഗോഡ് വരെ കേരളത്തിന്റെ പ്രബുദ്ധരായ ജനങ്ങൾ വിധി എഴുതിയത്. ആ വിധിയിൽ അന്താളിച്ചു പോയവര്, ആ വിധിയിൽ കുരുപൊട്ടിയവര്, ആ വിധിയിൽ ഹാലിളകിയവര് അവരാണ് ഇന്നലെ പെരിന്തൽമണ്ണയിൽ ആക്രമണം അയച്ചു വിട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയ്യന്റെ പൊന്ന് കെട്ടതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന വരികള് അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, ഇവരെ വല്ലാതെ ഉറക്കം കെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇന്നലെ പെരിന്തൽമണ്ണയിൽ കണ്ടത്. ഒരു കാര്യം ആലോചിക്കണം നിങ്ങള്. 2021 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു മഹാവിജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പെരിന്തൽമണ്ണയിൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നജീബ് കാന്തപുരം വിജയിച്ചു കയറിയത് വെറും 100-ൽ താഴെ വരുന്ന വോട്ടുകൾക്കാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2021 തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നജീബ് കാന്തപുരം നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 76,530 വോട്ടുകളാണ്. എന്നാൽ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച KPM മുസ്തഫ നേടിയത് 76,492 വോട്ടുകൾ. നജീബ് കാന്തപുരം നേടിയത് 76,530 വോട്ടുകൾ. LDF സ്ഥാനാർത്ഥി നേടിയത് 76,492. 492-ഉം 530-ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയേ നിങ്ങൾ. 30-ഉം 8-ഉം 38 വോട്ട്. ഈ 38 വോട്ടിനാണ് നജീബ് കാന്തപുരം എന്ന് പറയുന്ന ലീഗിന്റെ സ്ഥാനാർത്ഥി പെരിന്തൽമണ്ണയിൽ നിന്ന് വിജയിച്ചു കയറുന്നത്. 5 വർഷം ഇങ്ങനെ കഴിയാറാകുമ്പോ, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോ പെരിന്തൽമണ്ണയിൽ UDF നടത്തിയ വലിയ ഒരു മുന്നേറ്റമുണ്ട്. ആ വലിയ മുന്നേറ്റം എവിടെ വരെ കൊണ്ടു ചെന്നെത്തിച്ചു എന്ന് ചോദിച്ചാൽ EMSന്റെ ജന്മനാടായ ഏലംകുളം അടക്കം ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുകയാ. 30 വർഷമായിട്ട് സഖാക്കൾ അടക്കി ഭരിച്ചിരുന്ന പെരിന്തൽമണ്ണ, ആ പെരിന്തൽമണ്ണയിൽ 21-ൽ 16 സീറ്റും നേടിക്കൊണ്ട് UDF അധികാരത്തിലേറുകയാ. അതിന്റെ ആഘോഷം ഇന്നലെ ഈ പെരിന്തൽമണ്ണയിൽ നമ്മൾ കണ്ടു. അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വലിയ ഒരു ജനസാഗരം പെരിന്തൽമണ്ണയിൽ തടിച്ചുകൂടി അവരത് ആഘോഷിക്കുമ്പോ അതിൽ വിറളി പൂണ്ട സഖാക്കള് ഇങ്ങ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ലീഗിന്റെ ഓഫീസ് തല്ലിപ്പൊളിക്കുകയാ. അതിന് പോലീസ് ഏമാന്മാർ നോക്കി നിൽക്കുകയാ. കല്ലെറിയാൻ, പിടിച്ചു മാറ്റാനോ ലാത്തി വീശാനോ പോലീസ് ഏമാന്മാർ തയ്യാറാകുന്നില്ല. ഇന്നലെ ഇപ്പോ ഈ ആക്രമണത്തിന് ശേഷം ലീഗ് അവിടെ ഒരു
ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ രാത്രിക്ക് രാത്രി തന്നെ ആ CPM ക്രിമിനലുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലീഗ് ഓഫീസ് ആക്രമിച്ച് CPM ക്രിമിനലുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേ തുടർന്ന് ഹർത്താൽ പിൻവലിച്ചു. എന്താ CPM-കാരന് ഇത്ര വലിയ ഒരു അസ്വസ്ഥത? എന്താണ് അവരുടെ പ്രോബ്ലം? എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത്? 30 വർഷക്കാലം അടക്കി ഭരിച്ച പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഈ 2025-ൽ നജീബ് കാന്തപുരം എന്ന് പറയുന്ന പെരിന്തൽമണ്ണയുടെ 38 വോട്ടിന് വിജയിച്ചു കയറിയ MLA-യുടെ പ്രവർത്തന മികവ് ഒന്നുകൊണ്ട് മാത്രം പെരിന്തൽമണ്ണ UDF-ന്റെ അധികാര കേന്ദ്രമായി മാറുകയാണ്. സഖാക്കള് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഓഫീസ്, ആ മുനിസിപ്പാലിറ്റി കാര്യാലയം, നഗരസഭാ കാര്യാലയം CPM-ന്റെ പാർട്ടി ആഫീസാക്കി മാറ്റിയതായിരുന്നു 30 വർഷം. ആ 30 വർഷം നടത്തിയ അഴിമതികൾ ഇനി ഓരോന്നോരോന്നായി പുറത്തേക്ക് വരും. അപ്പോ ഇന്നലെ പെരിന്തൽമണ്ണയിൽ നടത്തിയ വലിയ ഒരു ആഘോഷമുണ്ട്. ആ ആഘോഷം കണ്ടപ്പോ സഖാക്കൾക്ക് വല്ലാതെ അങ്ങ് ഹാലിളകുക, സഖാക്കൾക്ക് വല്ലാതെ അങ്ങ് വിറളി കൂടുകയാ, സഖാക്കൾ വല്ലാതെ അസ്വസ്ഥരാകുകയാ. എന്താ ഒരു വഴി? എങ്ങനെ പിടിച്ചു നിൽക്കും? പിടിച്ചു നിൽക്കാൻ ഒന്നേ മാർഗമുള്ളൂ, ആക്രമണം. കണ്ണൂരിൽ നമ്മൾ കണ്ടത്, പാനൂരിൽ നമ്മൾ കണ്ടത്, കോഴിക്കോടിന്റെ വടകരയുടെ ചില പ്രദേശങ്ങളിൽ നമ്മൾ കണ്ടത്, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് തൊട്ടു പിന്നാലെ വടിവാളുകളും ബോംബുകളുമായിട്ട് അക്രമകാരികളായി മാറുന്ന സഖാക്കള്, ക്രിമിനൽ സഖാക്കള്. ആ സഖാക്കളുടെ സ്വഭാവം പെരിന്തൽമണ്ണയിലെ സഖാക്കളും എടുക്കുകയാ. അതിനെന്താ അവരുടെ പ്രചോദനം എന്താണ്? പ്രചോദനം സഖാവ് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ അപമാനിച്ച്, പരിഹസിച്ച്, കളിയാക്കി, അധിക്ഷേപങ്ങളുടെ ആക്രമണം നടത്തിയത് നജീബ് കാന്തപുരത്തിനെതിരെയാ. ആ ആക്രമണം തുടങ്ങിയത് കേരളത്തിന്റെ നിയമസഭയിൽ നിന്നാ. അത് സഖാക്കൾ ഇന്നലെ ഏറ്റുപിടിച്ചു. പെരിന്തൽമണ്ണയുടെ മണ്ണില് തോൽവി അംഗീകരിക്കാൻ കഴിയാതെ, ഭരണം നഷ്ടപ്പെട്ടത് ഉൾക്കൊള്ളാൻ കഴിയാതെ 30 വർഷം അടക്കി ഭരിച്ച മുനിസിപ്പാലിറ്റി കയ്യിൽ നിന്ന് പോയപ്പോ സഖാക്കൾ ആക്രമണവുമായിട്ട് ഇറങ്ങുകയാണ് പെരിന്തൽമണ്ണയുടെ മണ്ണില്. സഖാക്കളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കല്ല് അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. അടിച്ചാൽ തിരിച്ചടിക്കാൻ ലീഗിന്റെ മക്കൾക്ക് അറിയാം എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാ. ഞങ്ങളുടെ നേതൃത്വം പലപ്പോഴും അത്തരമൊരു ഘട്ടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കാതെ മാറി നിൽക്കടാ, വേണ്ട അത് എന്ന് പറയുന്ന ഒന്നുകൊണ്ട് മാത്രമാണ്. ഓർത്തോ, നിങ്ങള് ഓർത്തോ. പക്ഷേ ചിലപ്പോ ആ കടിഞ്ഞാണ്, ആ നിയന്ത്രണം ഞങ്ങൾ ഭേദിച്ചെന്ന് വരും. നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് മാത്രമേ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. വെല്ലുവിളികളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം ഒരു 10,000-കണക്കിന് വെല്ലുവിളികളെ മറികടന്നുകൊണ്ടാണ് ഈ പെരിന്തൽമണ്ണ അടക്കമുള്ള നിങ്ങളുടെ കോട്ടകളിൽ ഞങ്ങൾ കടന്നു കയറിയിട്ടുള്ളത് എന്നുള്ളത് സഖാക്കളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നേതൃത്വത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കാര്യമായി ശിരസ വഹിക്കുകയും ചെയ്യുന്ന ആളുകളാ. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പരിധികളുമുണ്ട്. പരിധികൾ ലംഘിക്കപ്പെടുമ്പോ ചിലപ്പോൾ ഞങ്ങളും പലതും മറികടക്കും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അടിച്ചാ തിരിച്ചടിക്കാൻ ഗാന്ധിജി പറഞ്ഞതുപോലെ ഒരു കരണത്ത് കിട്ടുമ്പോ മറ്റേ കരണം കാണിച്ചു കൊടുക്കൂല. ഒരു കരണത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിച്ചവന്റെ കരണം രണ്ടും അടിച്ച് പൊളിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ഇതിവിടെ വിടുകയാ. കാരണം ലീഗിന്റെ ഓഫീസിന്റെ ബോർഡും ലീഗിന്റെ ഓഫീസിന്റെ ചില്ലും തകർത്തത് ഞങ്ങളുടെ മനസ്സാണ് തകർത്തതെങ്കിലും അത് ഞങ്ങൾ അവിടെ വിടുക. കാരണം 500-ലോ 1000-ലോ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് മാത്രമേ ഞങ്ങളത് കരുതുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളത് കാണുക. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ഞങ്ങളത് പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ സഖാക്കളോട്. മനസ്സിലായില്ലേ? മുണ്ട് മടക്കി കുത്താൻ മാത്രമല്ല, ആ മുണ്ട് പറിച്ച് ആടുതോമയുടെ അടിയുണ്ടല്ലേ, ആ അടി അടിക്കാനും ലീഗുകാരൻ അറിയാം മക്കളെ, സഖാക്കളെ. അതുകൊണ്ട് ക്രിമിനൽ സഖാക്കള് വല്ലാതെ അങ്ങ് തുള്ളണ്ട.
നിങ്ങളുടെ അസ്വസ്ഥത എന്താണ്, നിങ്ങളുടെ വേവലാതിയും ആവലാതിയും എന്താണെന്ന് ലീഗുകാരന് മനസ്സിലാകും. കാരണം കഴിഞ്ഞ 2021 കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടതാണ് നിങ്ങൾക്ക് പെരിന്തൽമണ്ണ. നജീബ് കാന്തപുരം 38 വോട്ടിനാണ് വിജയിച്ച് കയറുന്നത്. അവിടെ ഈ 2024 നജീബിന് ലഭിക്കാൻ പോകുന്ന ഭൂരിപക്ഷം അത് 5 അക്കമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പോലും തർക്കമില്ല. ആ തിരിച്ചറിവ് നിങ്ങളെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആഭാസത്തരങ്ങളിലേക്ക്, നെറികേടുകളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ, ആട് തോമയുടെ മുണ്ട് പറിച്ചുള്ള അടി അത് ലീഗുകാരന് വശമുണ്ട്. അത് അറിയാഞ്ഞിട്ടല്ല, അതെടുത്ത് പ്രയോഗിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ.